ഒരു ഭാഗത്ത് FCRI ഉണ്ടാക്കിയിരിക്കുന്ന ആശയപ്രശ്നം, രണ്ടാമത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പദ്ധതി കംപ്ലീറ്റ് ആയിട്ട് പാളിപ്പോയത്, മൂന്നാമത്തത് ഒരു കാര്യം കൂടി പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ ഇറക്കി വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. രാജീവ് ചന്ദ്രശേഖർ തിരുവല്ലയിലും തിരുവനന്തപുരത്തും അല്ലാതെ വേറെ എവിടെയെങ്കിലും പ്രചരണത്തിന് പോകുന്നത് ഞാൻ കണ്ടില്ല. മറ്റൊരിടത്തും കാര്യമായ പ്രചരണത്തിൽ രാജീവ് ചന്ദ്രശേഖർ പോയില്ല. നിയമത്തെ തളച്ചിടപ്പെട്ടിരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ, ഒരിടത്തും പോയില്ല. കെ സുരേന്ദ്രൻ അങ്ങനെയായിരുന്നു. സംസ്ഥാനം ഒട്ടാകെ നടന്നാണ് പ്രചരണം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രചരണ രീതിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ സംഭവിച്ച വലിയ വീഴ്ച എന്താ? പ്രാദേശികമായ നേതാക്കളെ അവിടെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല ശോഭാ സുരേന്ദ്രന്. ശോഭാ സുരേന്ദ്രനെ വടക്കന്തറയിൽ തടഞ്ഞപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടായി. എന്താ ക്യാമ്പയിൻ എന്നറിയാമോ? ശോഭാ സുരേന്ദ്രൻ MLA ആയിക്കഴിഞ്ഞാൽ വടക്കന്തറ കഴിഞ്ഞ് അവിടെ മാർക്കറ്റിലേക്ക്, പാലക്കാട് വലിയങ്ങാടിയിലേക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന മറ്റുള്ള പ്രചരണമുണ്ടാക്കി. ആ പ്രചരണത്തിന് ഇട നൽകിയതാരാ? ഒരു BJP-യിലെ കൗൺസിലറാ വടക്കന്തറയിൽ തടഞ്ഞിട്ട്. അത് വലിയ രീതിയിൽ ചലനമുണ്ടാക്കി. മലമ്പുഴയിലടക്കം വിജയസാധ്യതയില്ലെങ്കിൽ പോലും അവിടെ വോട്ട് വിഹിതം കുറയ്ക്കാനാണ് സാധ്യത. ഇങ്ങനെ പല തരത്തിലാണ് BJP-യുടെ തന്ത്രങ്ങൾ പാളിപ്പോയത്. അത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ സംസ്ഥാന നേതൃത്വത്തിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു BJP-യുടെ വോട്ട് വിഹിതമായിരിക്കും ഉണ്ടാവുക. അതിനും അപ്പുറത്തേക്ക് വോട്ട് വിഹിതം ഉയർത്താൻ കഴിയില്ല. ഉള്ള കുറച്ച് വോട്ട് ആരും കൊണ്ടുപോയി 2020 കൂടി സീറ്റ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ BJP-യുടെ വളർച്ചയുടേതായിരിക്കില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകം കൂടിയാണ്. അപ്പോൾ തന്ത്രങ്ങൾ അടിമുടി പാളി.